അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ആദ്യത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ചരുവ അടുപ്പയിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 5 സവാളയാണ് സ്ലൈസ് ആയിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 10-15 ചെറിയുള്ളി നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ടത്, 3 പച്ചമുളക്, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് സവാളയൊന്ന് വഴറ്റിയിട്ടെടുക്കാം. സവാള ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ആയിരിക്കണം നമ്മൾ വഴറ്റിയിട്ട് എടുക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു 3 തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ സമയം തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കറിവേപ്പിലയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. തക്കാളിക്ക് ഒന്ന് വെന്തുടയുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർക്കാം. ആദ്യം തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂൺ മുളക് പൊടി, ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല. ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് പൊടി ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടി ഐറ്റംസിൻ്റെ ആ ഒരു പച്ചച്ചവ മാറാനായിട്ട് നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. പൊടി ഐറ്റംസിൻ്റെ ആ ഒരു പച്ചച്ചവയൊന്ന് മാറി വന്നു. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 7-8 അല്ലി വെളുത്തുള്ളിയും ചതച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് കൂട്ടുകാർ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലി മെമ്പർ ആവുക. ഇതുപോലുള്ള അടിപൊളി കുക്കിംഗ് വീഡിയോസും വ്ളോഗും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. കൂട്ടുകാർക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ പോയൊന്ന് ലൈക്ക് അടിക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ FBയും അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റയും ഒന്ന് ഫോളോ ആക്കണേ. പേര് സുലോ ബ്ലോഗ് എന്നാണ്. ചിക്കനിലേക്ക് ഈ ഗ്രേവി എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറി, അതും എൻ്റെ വാപ്പിയുടെ സ്റ്റൈലാണ്. ആ ഒരു രീതിയിലുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. മറക്കാതെ ഈ ഒരു വെറൈറ്റിയും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ.